എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരിയിൽ ഈ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ കേരള പേസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെബ്രുവരിയിലെ ഈ വീക്കിലെ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 38ാമത്തെ ദേശീയ ഗെയിംസ് 2025 നടന്നു. ഈ ദേശീയ ഗെയിംസിൽ വേദി എവിടെയായിരുന്നു? 38ാമത്തെ ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡിലാണ് 38ാമത്തെ ദേശീയ ഗെയിംസ് നടന്നത്. ഒന്നാം സ്ഥാനം ലഭിച്ചത് സർവീസസിനാണ്. ഇവർക്ക് ടോട്ടൽ 121 മെഡലുകൾ ലഭിച്ചു. സർവീസസിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇവർക്ക് ടോട്ടൽ എത്ര മെഡലുകൾ ലഭിച്ചു? 121 മെഡലുകൾ ലഭിച്ചു. എത്ര സ്വർണം ലഭിച്ചു? 68 സ്വർണമാണ് ലഭിച്ചത്. കേരളം എത്രാം സ്ഥാനത്താണ്? കേരളം 14ാം സ്ഥാനത്താണ്. കേരളത്തിന് ആകെ 54 മെഡലുകൾ ലഭിച്ചു. അപ്പോൾ കേരളത്തിന് 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം, ഇങ്ങനെ 54 മെഡലുകൾ ആകെ ലഭിച്ച് 14ാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം കേരളം. 2025 38ാമത്തെ ദേശീയ ഗെയിംസ് നടന്നു. അടുത്ത മത്സരം 2 വർഷത്തിന് ശേഷം 27ലാണ് 39ാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 39ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയയിലാണ്. ഇത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ നടക്കും. വേദിയാണ് പഠിക്കേണ്ടത്, മേഘാലയ. അപ്പോൾ 38ാമത്തെ ദേശീയ ഗെയിംസ് എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ്. അടുത്ത ഗെയിം 39 മേഘാലയ. ഒന്നാം സ്ഥാനം സർവീസസ്. കേരളം 54 മെഡലുമായി 14ാം സ്ഥാനത്ത്. നമ്മുടെ കേരളത്തിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ പല വീടുകളുടെയും വീടിന് മുകളിൽ കുറച്ച് സോളാർ പാനലുകൾ വെച്ചേക്കുന്നത് കാണാം അല്ലേ? ഇപ്പോൾ ഒരുപാട് പേര് സോളാർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനിടെ പുരപ്പുര സോളാറിൽ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിലെത്തിയത് നമ്മുടെ സ്വന്തം കൊച്ചു കേരളമാണ്. മഹാരാഷ്ട്രയാണ് രണ്ടാമത്, മൂന്നാമത് ഗുജറാത്താണ്. അപ്പൊ പുരപ്പുര സോളാറിൽ ഒന്നാമത് കേരളം, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ഗുജറാത്ത്. ഇനി അഭിലാഷ് ടോമി ആരാണ്? അഭിലാഷ് ടോമി കേട്ടിട്ടില്ലേ? അഭിലാഷ് ടോമിയെ കുറിച്ച് എറണാകുളം ജില്ലയിൽ ജനിച്ച തൃപ്പുണിത്തുറ സ്വദേശിയാണ്. സ്വന്തമായിട്ട് വെറും 150 ദിവസമെടുത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ്. ഒരു പായ്ക്കപ്പലിൽ 150 ദിവസമെടുത്ത് ലോകം ചുറ്റി സഞ്ചരിച്ചു. 2012 മുംബൈയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മുംബൈയിൽ തന്നെ തിരിച്ചു വന്നു. രണ്ടാമതും ഇതുപോലെ തന്നെ ഒരു ലോക സഞ്ചാരം നടത്തി. ഇപ്പോൾ ഇന്ത്യയുടെ നാവികസേന 2 വനിതകളെ ലോകസഞ്ചാരത്തിന് അയച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്നത്. അത് ദിൽന കെ ആണ്. മറ്റൊരാൾ നമ്മളുടെ അയൽ സംസ്ഥാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ലഫ്റ്റനന്റ് കമാൻഡർ രൂപയാണ്. രൂപയും ദിൽനയും. അപ്പൊ ഇവരിപ്പോ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഹോൺ കടന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ദക്ഷിണാമേരിക്ക തെക്കേ അറ്റത്ത് കേപ്പ് ഹോൺ കടന്നു. ഇനി നമുക്ക് എത്ര വൻകരകളുണ്ട്? ഭൂഖണ്ഡങ്ങൾ നമുക്ക് 7 വൻകരകളുണ്ട്. ഇന്ത്യ ഏത് വൻകരയിലാണ്? ഏഷ്യ എന്ന വൻകരയിലാണ്. അപ്പൊ 5 വൻകരകളെ ബന്ധിപ്പിക്കുന്ന സമുദ്രത്തിനുള്ളിലൂടെ സമുദ്രാന്തർ കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പദ്ധതി ഫേസ്ബുക്കിന്റെ ഓണർ മാർക്ക് സക്കർബർഗ് അവരുടെ മാതൃ കമ്പനിയായ മെറ്റ ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് വാട്ടർ വർത്ത്. ഈ പദ്ധതിയുടെ പേരെന്താണ്? പ്രൊജക്ട് വാട്ടർ വർത്ത്. ഇന്ത്യ അമേരിക്ക ബന്ധിപ്പിക്കുന്ന പദ്ധതി ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ കൂടുതൽ ദൂരത്തിലെ കേബിൾ ശൃംഖല വരുന്നു. അപ്പൊ ഇത് നടപ്പിലായി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രാന്തർ കേബിൾ ശൃംഖലയായി ഇത് മാറും. ആരാ? സുനിത വില്യംസ്. സുനിത വില്യംസ് ഇപ്പോൾ എവിടെ നിൽക്കുക? ബഹിരാകാശത്ത് നിൽക്കുവാണ്. ഇന്ത്യക്കാരിയാണ്. അമേരിക്കയുടെ നാസ ബഹിരാകാശത്തേക്ക് അയച്ചേക്കുവാണ്. ഈ സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് പോയത്, 3 തവണ. അപ്പോൾ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ബഹിരാകാശത്തെത്തിയ.
ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് നടന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചിലവഴിച്ച വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യയുടെ മുത്ത് സുനിത വില്യംസ്. സുനിത വില്യംസ് ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടന്നത് 10 മാസത്തിന് ശേഷം തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഉടനെ വരുമല്ല, മാർച്ച് 19 വരും എന്ന് നാസ പ്രഖ്യാപിച്ചു. മാർച്ച് 19. അപ്പൊ അതിന്റെ വാഹനമായി ബോയിങ് സ്റ്റാർലൈനർ. ലോകരാജ്യങ്ങളുടെ അഴിമതി സൂചികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനം? അഴിമതി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ സ്ഥാനം വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ് എത്ര കോടി അടിച്ചു മാറ്റണം എന്ന്. അങ്ങനെ നമ്മളൊരു 96 സ്ഥാനം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഒരു സ്മരണ വേണം, എല്ലാവരും നമ്മളൊന്ന് ഓർക്കണം. നമ്മളൊരു 96ാം റാങ്കിൽ എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനം ഡെൻമാർക്കാണ്. അഴിമതി രഹിതമാണ് ഡെൻമാർക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്, 96ാമത് അഴിമതി സൂചികയിൽ ഇന്ത്യ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വരാൻ പോകുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറിലെയും മിന്നും താരം മണിപ്പൂർ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു മണിപ്പൂർ. ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം വന്ന സംസ്ഥാനം കൂടിയായി മണിപ്പൂർ. നേരത്തെ മണിപ്പൂരിനും ഉത്തരാഖണ്ഡിനും 10-10. ഇപ്പം മണിപ്പൂരിൽ വീണ്ടും പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് മണിപ്പൂർ 11. ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനമായി മണിപ്പൂർ മാറി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുമ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് പകരം ഭരിക്കും. അജകുമാർ ബെല്ലയാണ് ഇപ്പോഴത്തെ ഗവർണർ. ബെല്ല എന്നൊക്കെ ഓർത്താൽ മതി, അജകുമാർ ബെല്ല. അപ്പൊ പ്രസിഡന്റ് ആർട്ടിക്കിൾ ഏതാ? 356. 1967 ആദ്യമായിട്ട് മണിപ്പൂരിൽ ഇങ്ങനെ പ്രഖ്യാപനം വന്നത്. റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലേ എങ്കിൽ വലിയൊരു നഷ്ടമാണ് കേട്ടോ. എത്ര വേഗം അപ്ലൈ ചെയ്തോ. SLC 10ാം ക്ലാസ് യോഗ്യതക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പളത്തിലുള്ള ഒരു കിടിലൻ കേന്ദ്ര ഗവൺമെന്റ് ജോബാണ്. അത് നിങ്ങൾ മിസ്സാക്കരുത്, വിഷമിക്കേണ്ട. ഇനിയും ഡേറ്റ് ഉണ്ട്. ഫെബ്രുവരി 22, 2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഏകദേശം ഡേറ്റ് തീർന്നു. ഇനി കാത്തിരിക്കരുത്, എത്ര വേഗം അയക്കുക, അല്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും. അപ്പൊ അയച്ചിട്ട് വെറുതെ ഇരുന്നാലും ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പൊ നന്നായി പഠിക്കണം. അപ്പൊ പഠിക്കാൻ നമുക്കിപ്പോൾ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. അപ്പൊ നമ്മൾ അവരോടൊപ്പം എത്തണ്ടേ? അപ്പൊ നിങ്ങളെ സഹായിക്കാൻ AZB അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ ബാച്ച് കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാച്ച് കോഴ്സിൽ 32,000-ലധികം ഒഴിവുകളുള്ള ഈ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെയിലി മോക്ക് എക്സാംസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, മോട്ടിവേഷൻ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് ആളുകൾ വീട്ടുജോലി, കുഞ്ഞിനെ നോക്കണം, പിന്നെ രാത്രിയിലേ പഠിക്കാൻ പറ്റൂ, രാവിലെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം രാവിലെ ജോലിക്ക് പോകണം. അപ്പം അങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ വിജയം കണ്ടെത്താൻ, ജീവിത വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തകർപ്പൻ സ്കീം കൂടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ലേറ്റ് നൈറ്റ് ബാച്ചുകളും കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും കണ്ടുകൊണ്ടുള്ള ബാച്ച് കോഴ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പഠിക്കാം. അല്ലാതെ എനിക്ക് കുഞ്ഞുണ്ട്, എനിക്ക് വീട്ടുജോലിയുണ്ട്, എനിക്കൊന്നും പറ്റത്തില്ല, ഇതൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി എനിക്ക് കേന്ദ്ര ഗവൺമെന്റിലൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ നമ്മുടെ PSC ഇങ്ങ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1 ഇയറിനുള്ളിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിന്റെ പേരാണ് ലക്ഷ്യം 2025. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്, ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, മെന്റർഷിപ്പ്, റെക്കോർഡ് ലൈവ് ക്ലാസ്, സിലബസ്, മോട്ടിവേഷൻ, OMR പ്രാക്ടീസ്, റിവിഷൻ ക്ലാസ്, കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ്, ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ ഫീസാണ്, അത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. മികച്ച രീതിയിൽ പഠിക്കുകയും കൂടെ വേണം കേട്ടോ. അല്ലാതെ ഫീസ് അടച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ജോലി കിട്ടത്തില്ല. പഠിക്കണം. നമ്മൾ തരുന്ന അതേ മെറ്റീരിയൽസ് പഠിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് ജോലിക്കിടയിൽ റെക്കോർഡ് കേട്ടുകൊണ്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എനി ഡൗട്ട് റിഗാർഡിംഗ് ദി ഫീ സ്ട്രക്ചർ ഓർ എനി ബാച്ച് കോഴ്സ് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. ഈ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ബാച്ച് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു എക്സ്ട്രാ ഓഫർ തരാം. റീജ 2020 എന്ന്
20, വെറും 20 അടിച്ചാൽ മതി. ഞാൻ ക്രിക്കറ്റിൻ്റെ 20 ആയിപ്പോയതാ. അപ്പോൾ 20 അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 20% ഡിസ്കൗണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയല്ലോ. ബാക്കി പഠിക്കാം. അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്ന ആരൊക്കെയുണ്ട്? സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ പുരുഷന്മാർ വന്നിരുന്ന് പറയരുത് ഞങ്ങൾ ഭർത്താക്കന്മാർ വലിയ അതിക്രമത്തിലാണ്. ഇപ്പം ഞങ്ങൾ സ്ത്രീകളും കുട്ടികളുമാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് സ്നേഹിത. സ്നേഹം തരുന്നവരല്ലേ അമ്മ, കുഞ്ഞുങ്ങള്. അപ്പൊ സ്നേഹിത എന്താണ് പേര്? സ്നേഹിത. ഇനി കേരം തിങ്ങും. കേരള നാട്ടിൽ തെങ്ങ്, ഒരു പുതിയ തെങ്ങ് നമ്മുടെ കാസർഗോഡ് കൊണ്ടുവന്നു. കാസർഗോഡ് കൊണ്ടുവന്ന തെങ്ങിനത്തിന്റെ പേരാണ് ബേഡകം ഗരിമ. ഭയങ്കര ഗമയാട്ടോ. ബേഡകം ഗരിമ, ബേഡകം ഗരിമ. ആരാ കൊണ്ടുവന്ന? കാസർഗോഡ്. എന്താ ഈ സാധനം? തെങ്ങ. ഗമയിൽ ഇങ്ങനെ ഉയർന്നങ്ങ് നിൽക്കുക തെങ്ങ്. ഇനി എന്താണ് കുഷ എന്ന് പറയാൻ പോവുകയാണ്. കുഷയോ കുശുമ്പ് എന്നൊക്കെ അറിയാലോ. എന്ത് ഈ കുഷ? കുഷ എന്താന്ന് വെച്ചാൽ നമുക്കൊരു കുശുമ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. വേറെ രാജ്യക്കാർക്കൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരു ആൾക്കാർ വന്ന് ഇങ്ങനെ ആകാശത്തൂടെ ഒരു വിമാനമൊക്കെ പറന്ന് വരികയാണ് നമ്മളെ ആക്രമിക്കാൻ, ലക്ഷ്യം വെച്ച് ഇങ്ങനെ വരികയാണ്. ഹിരോഷിമ നാഗസാക്കി ഒക്കെ ഇല്ലയോ, അമേരിക്ക ഇങ്ങനെ പറന്ന് പോയി അവിടെ പോയി അണുബോംബ് വർഷിച്ചില്ലേ, അതുപോലെ ആകാശത്തൂടെ ഏതെങ്കിലും ഇങ്ങനെ പറന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥാനത്തെ അങ്ങോട്ട് വിട്ട് പറത്തി വിട്ട് ആകാശത്ത് വെച്ച് തന്നെ അതിനെ അങ്ങ് നശിപ്പിക്കും. ഈ പരിപാടിയാണ് കുഷ. മറ്റ് രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം ഇത് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചു. എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഇതാണ് ഈ കുഷ. എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പൊ ഇസ്രയേലിന്റെ അയൺ ഡോമിനെ വരെ സാങ്കേതികയിൽ മറികടക്കുന്ന പുതിയ സംവിധാനമാണ് പ്രോജക്ട് കുഷ. പുതിയ സംവിധാനമാണ് പ്രോജക്ട് കുഷ. ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ ശക്തരാരായിരിക്കും? ആരാ ശക്തര്? ഒന്നാം ലോക മഹായുദ്ധം മുതൽ ശക്തരായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല, അമേരിക്കയാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അന്ന് മുതൽ ശക്തര. 1-ാം സ്ഥാനത്താണ്. ചൈനയോ 2-ാം സ്ഥാനത്ത്. അപ്പൊ ഏഷ്യൻ രാജ്യം 2-ാമതെത്തി ചൈന. ഇസ്രായേൽ 10-ാം സ്ഥാനത്ത്. അപ്പോൾ 1ഉം 2ഉം ഇങ്ങനെ പോയി 10 വരെ നമ്മളില്ല. 12-ാമതാണ് ഇന്ത്യ. ഇന്ത്യ എത്രാമതാ? 12. 2 ചൈന, 12 ഇന്ത്യ. അപ്പോൾ 1 അമേരിക്ക, 2 ചൈന, 10 ഇസ്രായേൽ, 12 ആണ് നമ്മൾ. അപ്പോൾ ശക്തര് നമ്മൾ ഇച്ചിരി ഇപ്പം ശക്തി കുറഞ്ഞു നിൽക്കുക കേട്ടോ. നമുക്ക് ഇനി ഉടനെ ശക്തരാകണം. അപ്പോൾ ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ 12-ാമതേ ഉള്ളൂ നമ്മൾ. ഇനി നമുക്കറിയാം അത്ലറ്റ്സ് ഒക്കെ അവർ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് വല്ല മരുന്നും അടിച്ചു മാറ്റി കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അല്ലേ. അങ്ങനെ ഉത്തേജക പരിശോധന നോക്കിയപ്പോൾ ഒരു ഉത്തേജക മരുന്നൊക്കെ അടിച്ചുകൊണ്ടാണ് ഒരാൾ വന്നത്. ആരാ? കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയൻ ഓപ്പണർ പുരുഷ ടീമിൽ വിജയിച്ച ഇറ്റാലിയൻകാരനായ യാനിക് സിന്നർ. യാനിക് സിന്നർ എങ്ങനെയാ വന്നത്? ഉത്തേജക മരുന്നൊക്കെ അടിച്ച് കുടിച്ചിട്ടൊക്കെയാണ് വന്നത് വിജയിക്കാന്നും പറഞ്ഞ്. പിടിച്ച് 3 മാസം വിലക്കും കൊടുത്തങ്ങ് വിട്ട്. അപ്പൊ ഇറ്റാലിയൻ ടെന്നീസ് താരം ഓസ്ട്രേലിയൻ ഓപ്പൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പുരുഷ സിംഗിൾസ് കിരീട ജേതാവായ യാനിക് സിന്നർ ഇറ്റാലിയൻ താരമാണ്. വിലക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരാളുടെ മരണ വാർത്തയാണ് കാണാൻ പോകുന്നത്. ആരാണ് ഈ ആൾ എന്ന് ചോദിച്ചാൽ RM വാസകം. കേട്ടിട്ടില്ലല്ലോ? 91 വയസ്സുള്ള ഒരാളാണ്. RM വാസകം മരിച്ചു. അപ്പൊ എന്തിനിത് പഠിച്ചു? മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ എല്ലാരെയും പഠിക്കാൻ പറ്റൂല. വേറൊന്നും കൊണ്ടല്ല, ആപ്പിള് തിന്നുന്ന ആപ്പിളല്ല, ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളുമല്ല. ഇത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ വാർത്താവിനിമയ പരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ പരീക്ഷണ ഉപഗ്രഹത്തിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ഇപ്പോൾ മരിച്ചത്. അതുകൊണ്ട് തന്നെ ചോദിക്കാം, RM വാസകം. ഇനി നമുക്ക് ഒരു നേട്ടം പഠിക്കാം. മരണം കണ്ടപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു നേട്ടം കണ്ട് സന്തോഷിക്കാം. കേരളത്തിലെ ആദ്യ ദേശീയ വനിതാ ജൂഡോ റഫറി. ആദ്യമായിട്ടൊരു ജൂഡോയുടെ റഫറി വരുന്നു. ആദ്യമായിട്ടാണ് ദേശീയ വനിത ഒരു ജൂഡോ റഫറിയായി കേരളത്തിൽ നിന്നൊരു മലയാളി പോകുന്നത്. അത് ജയിച്ച ആളാണ് ജയശ്രീ. ക്ലിയർ? ഇനി നിങ്ങൾ ആരും ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണോ? എല്ലാവരും ഡൗൺലോഡ് ചെയ്തവരാണെന്ന് എനിക്കറിയാം. എങ്കിലും അത് ആരെങ്കിലും ഇനി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്? ലൈവ് ക്ലാസ്, ടെസ്റ്റ് സീരീസ്, റെക്കോർഡ് കോഴ്സ്, ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ റീസെൻ്റ് കോഴ്സുകളൊക്കെ ഇവിടെ കാണാം കണ്ടോ. അപ്പോൾ സെല്യൂട്ട്, അതുപോലെ ഇതാണ്ട് ആരംഭം. ഇങ്ങനെ സിയോൾ അടിക്കാമെങ്കിൽ ഇവിടെ കണ്ടോ, സിയോൾ കണ്ടോ, വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ, കാണിച്ചു തരാം. സിയോൾ അടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കാണാൻ പറ്റും. ഇനി സെല്യൂട്ട് എന്ന് പറയുന്ന ഈ ബാച്ച് കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ ഒരുപാട് യൂണിഫോം തസ്തികയിൽ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെ വിളിച്ചു? യൂണിഫോം തസ്തിക ഒരു 4 ഞാൻ പെട്ടെന്ന് പറയാം. SI, എക്സൈസ്, സിവിൽ പോലീസ് ഓഫീസർ, കോൺസ്റ്റബിൾ, വുമൺ കോൺസ്റ്റബിൾ, എക്സൈസ് ഓഫീസർ, SI, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഇങ്ങനെ ഒരുപാട് യൂണിഫോം തസ്തിക വിളിച്ചു. അപ്പോൾ ഈ യൂണിഫോം തസ്തികയിലൊക്കെ തിളങ്ങാൻ ഏവരും ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ ബാച്ച് കോഴ്സാണ് സെല്യൂട്ട്. സെല്യൂട്ടിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, മെന്റർഷിപ്പ്, സ്കൂൾ ബുക്ക് ബേസ്ഡ് ക്ലാസ്, എക്സാംസ്, ഇതിനോടൊപ്പം നമ്മുടെ മിന്നൻ താരം ആരാണ്? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ് ഉണ്ട്. എപ്പോഴും കറണ്ട് അഫെയർ സ്പെഷ്യൽ ടോപ്പിക് ലൈവ് ക്ലാസ് ആയിരിക്കും വില്ലനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു കിടിലൻ ലൈവ് ക്ലാസ്സും അതോടൊപ്പം തന്നെ കറണ്ട് അഫെയർസിന്റെ തകർപ്പൻ ക്ലാസ്സുകളുമുണ്ട്. ഇനി ഇതിന് 50% ഓഫറാണ് ഇപ്പോഴുള്ളത്. 1999 രൂപ മാത്രം. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് 1 അവറിലേക്കുള്ള ഒരു ഓഫറാണ്. ഇതിനേക്കാൾ ഒരു 20% ഓഫർ കൂടി തരാനുള്ള ഒരു കോഡാണ് REEJA20. ഇത് അടിക്കാമെങ്കിൽ REEJA REEJA20. എൻ്റെ പേരാണ് റീജ. അപ്പോൾ 20 കൂടെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ടും കൂടെ ലഭിക്കും. ഇനി നിങ്ങൾക്ക് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി അതിനകത്ത് 20% കിട്ടും കേട്ടോ. ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് ആണ്. എനി ഡൗട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇവിടെയാണ് അപ്ലൈ നൗവിൽ ഇതാണ്ട് ഇവിടെ കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ ആണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹമുണ്ടെന്ന്, സൂര്യനെ പോലെ വേറെ നക്ഷത്രമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചോളൂ. ദാ നോക്കിക്കോ, സൂപ്പർ എർത്ത്. വെറും 20 പ്രകാശവർഷം അകലെ ഒരു സൂപ്പർ എർത്ത് ഉണ്ട്. 2022 ഡോക്ടർ മൈക്കൽ ക്രെറ്റിക്നിയർ ആദ്യമായിട്ട് ഒരു എക്സോ പ്ലാനറ്റ് സിഗ്നൽ തിരിച്ചറിഞ്ഞു. 2022 2 വർഷം മുമ്പായിരുന്നു. അപ്പം മാസം എടുത്തപ്പോഴാണ് 2 വർഷം മുമ്പ്. അന്നിടെ ഇങ്ങേരും ബാക്കിയുള്ള ആളുകളും കൂടെ പോയി കുത്തിയിരുന്ന് പരിശോധിച്ചു. അങ്ങനെ 2 വർഷത്തെ പരിശോധനയ്ക്ക് ഫലമായിട്ട് അവർ കണ്ടെത്തി. എന്തോ കണ്ടെത്തിയേ? HD 207994D. ഒറ്റ പേരാണ് 20794D. HD 20794D എന്ന് പേരിട്ട പുതിയ ഗ്രഹം വന്നു. ഭൂമിയേക്കാൾ 6 ഇരട്ടി നമ്മുടെ സൂര്യന് സമാനം വേറൊരു നക്ഷത്രം ഇത് ചുറ്റുന്നത് 20 പ്രകാശ വർഷം അകലെയാണ്. ഒക്കെയാണ്, വാസയോഗ്യമാണ്, ജലമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭൂമിയെ പോലെ മാതൃനക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്ന പുതിയ ഗ്രഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് കണ്ടെത്തിയത്. പേര് HD 20794D എന്നാണ്. 20 പ്രകാശ വർഷം അകലെ. അപ്പൊ ഈ പ്രകാശ വർഷം എന്ന് വെച്ചാൽ 1 വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ്. ദൂരത്തിന്റെ അളവാണ്, ദൂരത്തിന്റെ ഒരു യൂണിറ്റ് ആണ് പ്രകാശ വർഷം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ക്യാൻസർ രോഗനിർണയം, ചികിത്സ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു ക്യാൻസർ ഗ്രിഡ് വരുന്നു. എന്തോ വരുന്നത്? ക്യാൻസർ ഗ്രിഡ് വരുന്നു. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ, പരിശോധനാ കേന്ദ്രങ്ങളുടെ, റീജിയണൽ ക്യാൻസർ സെന്ററുകളുടെയും ഒരു ശൃംഖലയാണ് ക്യാൻസർ ഗ്രിഡ്. ക്ലിയർ ആണ്? അപ്പോൾ ക്യാൻസർ ഗ്രിഡ് വരുന്നതും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? PayZBയിലെ നിരവധി കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിക്കും. ഡയറക്റ്റ് നിങ്ങൾക്ക് വേണ്ട കോഴ്സിലേക്ക് പോകാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിരവധി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള മെസ്സേജ് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡ്, പിന്നെ പുരപ്ര സോളാർ കേരളം 1ാമത്, ദിൽന കെ ഓർക്കുക, 5 ഭൂഖണ്ഡം മെറ്റാ കണക്റ്റിംഗ്. സുനിത വില്യംസ് എപ്പോഴാണ് വരുന്നത്? ഇപ്പോഴെങ്ങാനും വരുന്നുണ്ടോ? ഇല്ല, മാർച്ച് 19 കേട്ടോ. പിന്നെ ലോകരാജ്യ അഴിമതി 96, മണിപ്പൂർ രാഷ്ട്രപതി ഭരണം വന്നു. സ്നേഹിരെ കണ്ടു, ബേഡകം ഗരിമയെ കണ്ടു, കുഷ കണ്ടു, നമ്മുടെ ലോകശക്തരെ കണ്ടു, ഉത്തേജക പരിശോധന, പിന്നെ ഒരു മരണം, പിന്നെ ജയശ്രീ, അതൊക്കെ പഠിച്ചു. ക്ലിയർ ആണോ? ഒരു സൂപ്പർ എർത്തിനെയും കണ്ടു. ഇനി ക്യാൻസർ ഗ്രിഡ് കണ്ടു. എങ്കിൽ ഞാൻ ഇന്നത്തെ ചോദ്യം 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. എല്ലാവരും കമന്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്:
ഏത് സംസ്ഥാനത്താണ് പുതുതായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? എല്ലാവരും കമന്റ് ചെയ്യുക. ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെ? സർവീസസ് ആണ് 1ാം സ്ഥാനത്ത്, കേരളം 14ാം സ്ഥാനത്താണ്. അപ്പോൾ വേദിയാണ് ചോദ്യം. അടുത്ത വേദി മേഘാലയയുമാണ്. അപ്പൊ ഇന്ന് ഈ ക്വസ്റ്റ്യന് 2 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.